ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുന്നേ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് തിരക്കിലായിരിക്കില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 ഗ്രാമ്പു, 5 ഏലക്കായ, ഒരു കഷ്ണം കറുവപ്പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു ഉണ്ട വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള, 3 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തുള്ള സവാളയൊക്കെ ഒന്ന് വാടി വരണം. അപ്പം അതുവരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ എല്ലാതും ഒന്ന് ചൂട് പിടിക്കുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുകി വെച്ചിട്ടുള്ള ഒരു മുറി നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടിപ്പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 1ാം പാലെന്നും പറയും കട്ടിപ്പാലിന്. അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സവാള വാട്ടിയെടുത്ത സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ വെന്ത് വറ്റാം കേട്ടോ. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് വേവിച്ചതിന് ശേഷം ഉടച്ചിട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങിന് തൊലി ചെത്തിയിട്ട് കുക്കറിലേക്ക് കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് 2 വിസിലടിപ്പിച്ച് വേവിച്ചെടുത്തുള്ള ഉരുളൻകിഴങ്ങാണ്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ വെറുതെ വലിച്ചു നീട്ടണ്ട എന്ന് വെച്ചിട്ടാണ് ആ ഭാഗങ്ങളൊന്നും കാണിക്കാഞ്ഞത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ 10ഓളം അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള 1ാം പാലില്ലേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളക്കരുത് കേട്ടോ. കറി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം കറി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ചെറിയൊരു തള വരുന്ന പോലെ നമുക്ക് തോന്നില്ല. ആ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഈ കറിയിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വറ്റ്. ഈ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചുവന്നുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞാൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കെല്ലാം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന കറിയായിരിക്കും. എന്നാലും നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ അത്രയും ടേസ്റ്റി ആയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ചിക്കൻ സ്റ്റൂ വെള്ളയപ്പത്തിൻ്റെ ഒപ്പം, നൂലപ്പത്തിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ ചപ്പാത്തി, ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നോക്കണം.
അതുപോലെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാളികേരപ്പാൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു 5 മിനിറ്റ് അതിൻ്റെ ചൂടൊന്ന് മാറുന്ന വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അതേപോലെ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.